ഹായ് ഹലോ നമസ്തേ കപ്ലസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വീണ്ടും കൂടി ഒരിക്കൽ കൂടി ഹാർദമായ സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മളെ പരിപാടി എന്താണ്? ലാൽസിന്റെ 2 സിനിമകളുടെ അപ്ഡേറ്റും കൂടെ വന്നിട്ടുണ്ട്. ആദ്യത്തെ അപ്ഡേറ്റ് അനൂപ് മേനോന്റെ കൂടെ ഉള്ള ഒരു സിനിമയാണ്. അതുകൊണ്ട് രണ്ടാമത്തെ അപ്ഡേറ്റ് സാറ്റിസ്ഫൈഡ് ആണോന്ന് ചോദിച്ചാ അല്ല, ഒരു 20% സാറ്റിസ്ഫൈഡ് ആണ് ഞാനും. അത് ഇപ്പൊ വേണ്ടായിരുന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ വേണ്ടായിരുന്നു. നീ എത്ര പഠിച്ചാലും കിട്ടി പോടാ. എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് സെറ്റായി വരെയെന്ന് ചിലപ്പം പുള്ളിയെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു പരീക്ഷണത്തിനുള്ള ശ്രമമായിരിക്കും. പുള്ളി അത്ര വലിയ മോശം ഡയറക്ടർ ഒന്നും അല്ല. നല്ല സ്ക്രിപ്റ്റ് ഒക്കെയാണ്. അവരുടെ കയ്യിൽ നല്ല ഐറ്റംസ് ഉണ്ടാവും. അമൽനീതിന്റെ കൂടെ ആണെങ്കിൽ ഉണ്ടല്ലോ. അത് തന്നെ എല്ലാരും മറ്റേ ചിത്തു മാധവന്റെ അടുത്ത സിനിമ, അമൽ നീരവിന്റെ അടുത്ത അതിലൊന്നും എനിക്കൊരു ത്രില്ല് മോനെ അതങ്ങനെ. പക്ഷെ അതിന്റെ ക്ഷീണം 8 ദിവസം കൊണ്ടങ്ങ് മാറി. ഇതാണ് ദൃശ്യം 3യുടെ അനൗൺസ്മെന്റ്. 4ാം ക്ലാസ്സുകാരന്റെ 3ാം വരവ്. 4ാം ക്ലാസ്സുകാരന്റെ 3ാം വരവ്, ദ ക്ലാസിക് ക്രിമിനൽ. കഥ എങ്ങനെ എഴുതിയെടുക്കണം? ക്ലൈമാക്സ് കേട്ടപ്പോ ആയിട്ടും പറഞ്ഞു എന്താ മോനെ. അപ്പൊ എന്താണ് ലാലേട്ടൻ ലാസ്റ്റ് യു ആർ എ ക്ലാസിക് ക്രിമിനൽ. എടാ ഇത് പുള്ളിയെ മിക്കവാറും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ട് ചിലപ്പോ ഒരു ജിത്തു ജോസഫിന്റെ ഒരു എൻട്രി ആണ് മിക്കവാറും. അത് ജിത്തു ജോസഫിന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു കഥ നടന്നതാണ്. പറയാൻ പറ്റൂല, അല്ലാതെ പിന്നെ എങ്ങനെ ഇങ്ങനെയൊക്കെ ദൃശ്യം 2 എങ്ങനെ ബിൽഡ് ചെയ്തെടുത്തത്? അല്ലെങ്കിൽ നീ വരും പറഞ്ഞോ, വരും വരുണിന്റെ അമ്മ ഉണ്ടല്ലേ, ആശചരിത്ത് വന്നിട്ട് പറയുന്നത് നീ എന്ത് ഇവിടെ എന്തല്ല. ഡൊമിനിക്കിനെ പോലത്തെ വരുൺ പെണ്ണം കേട്ടു മിക്കവാറും ഇപ്പൊ അങ്ങനെയൊക്കെ പറയാൻ പറ്റില്ല. അപ്പൊ ഈ ഇത്രയും മറ്റേ എല്ലും കൂടെ കൊണ്ട് കത്തിച്ചതൊക്കെ ആരത്? എല്ലും കൂടെ കത്തിച്ച് ഷാജോൺ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ഉദ്ദേശിച്ച ആളല്ല. എന്നിട്ട് മറ്റേ പാട്ടെ കൊണ്ടുപോകുമ്പോ കട സത്യം പറഞ്ഞ ത്രില്ലടിച്ചിരിക്കണം എന്തായാലും സ്റ്റോറി. അപ്പൊ ഈ നമ്മളെ പോലത്തുള്ള ഈ സ്റ്റോറീസും നിങ്ങൾ കമന്റില് ദൃശ്യത്തിന് ക്ലൈമാക്സ് എങ്ങനെയായിരിക്കും എന്നുള്ളത് പ്രൊഡിക്ഷൻ എനിക്ക് എന്തായാലും ഉറപ്പാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞ കണക്ക് ഈ ജയിലിൽ പോയിട്ടായിരിക്കും ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് അറസ്റ്റ് ചെയ്യണം. എന്തെങ്കിലും ശക്തമായ തെളിവ് കണ്ടുപിടിച്ച് അറസ്റ്റ് ചെയ്യണം. എന്നിട്ട് അവിടെ ഫുള്ള് കഴിച്ച് കളഞ്ഞിട്ടും പിന്നെ എങ്ങനെയാണ് അറിയത്തില്ല. ഇനിയിപ്പോ വേറെ എന്തെങ്കിലും മരണമാണെങ്കില് അതും ഇതുമായിട്ട് കണക്ട് ചെയ്താല് അങ്ങനെ ആവാം. അല്ലെങ്കിൽ മറ്റേ പോണ വഴിക്ക് വല്ല CCTV കാണേ അങ്ങനെ എന്താ പ്രധാനപ്പെട്ട ഒരു ക്ലൂ പോലീസുകാർ വെച്ചിട്ടില്ല. ദൃശ്യം 2 സാധനം അതവരെ പോയി ടെസ്റ്റ് ചെയ്താൽ വരണ്ട് അല്ലെങ്കിൽ അത് മനസ്സിലായില്ല. എടാ ടേലന്റ് പോലൊരു സംഭവം ദൃശ്യം 2 വെച്ചിട്ടില്ലായിരുന്നു. 2 അസ്ഥി കൂടെ വെച്ചിട്ട് എല്ല് വെച്ചിട്ടില്ലായിരുന്നു. അവർക്ക് കൊടുത്തില്ലേ അതവരും കൂടെ ടെസ്റ്റ് ചെയ്തിട്ട് അത് വരണ്ട് അല്ലെന്ന് വേണ്ട. സേഫ് അല്ലേ? അത് അവർക്ക് അങ്ങനെ ഇത് ആര് കൊണ്ട് തന്നെന്നുള്ള ഇതൊന്നും ഇല്ലല്ലോ. എന്തൊരു തെളിവിട്ട് ചെയ്യും, അതിലൊന്നും പ്രൊഡക്ട് ചെയ്യാൻ പറ്റൂല. മിക്കവാറും എന്റെ ഒരു ഊഹത്തില് ലാസ്റ്റ് അവരില്ല മറ്റേ നദിയുടെ തീരത്ത് നിന്നിട്ട് ഇത് വായിച്ചു നോക്കുമല്ലോ. അപ്പൊ എല്ലാത്തിനും മാപ്പെന്നൊക്കെ പറഞ്ഞ് ലാലേട്ട് വന്നിട്ട് തിരിച്ചിറങ്ങി നടന്നു വരുമല്ലോ. അവിടെയും ടെസ്റ്റ് ഇരിക്കും. ഇനിയെങ്കിലും ഞങ്ങള് വെറുതെ വിട്ടു. ഇനി അപ്പൊ ഇങ്ങനെ മറ്റേ അങ്ങനെ ഇല്ലടാ. ഈ മറ്റേ ഫോറൻസിക് അവിടെ പോലീസ് സ്റ്റേഷനിൽ ഇരുന്ന ആള് അങ്ങനെ പേരെന്തോന്നായിരുന്നു? കള്ളൊക്കെ കൊടുത്തില്ലേ സെക്യൂരിറ്റിയുടെ പേരെന്തോയിരുന്നു? മറന്നു. അങ്ങനൊക്കെ പറഞ്ഞൂടെ ഇയാൾ ഇവിടെ വന്നിരുന്നു? ചിലപ്പോ അതായിരിക്കും പറഞ്ഞാൽ തീർന്നില്ലേ?
പറഞ്ഞ എന്നെ മറ്റേ കുടിച്ച് ആ, വെളിപ്പെടുത്തി. കള്ളാ കുടിച്ചത്. ആ വാർത്തയൊക്കെ വന്ന ടൈമിലും ചിലപ്പോ പിന്നീട് കണ്ടു കാണാം. പെട്ടെന്ന് അയാളെ ജോർജ് കുട്ടി കൊല്ലുന്നു. സ്നൈപ്പർ ഇട്ട് ആ സ്നൈപ്പർ ഇട്ട് ഈ കൊല്ലുന്നു. വിചാരിക്കാൻ അല്ല കേസ്. ഇങ്ങനെയൊന്നും അല്ല. മിക്ക ചിലപ്പോ ഇനി സായി കുമാറാണ് ട്വിസ്റ്റ് കൊണ്ടുവരണമെങ്കില് ആ ഇതില് അടുത്ത ഭാഗത്തിലുള്ള കഥ സായി കുമാർ പറഞ്ഞു കൊടുക്കണം. ആ കഥ നേരത്തെ വന്ന് അവതരിപ്പിക്കണം, ഇങ്ങനെയാണ് നടക്കാൻ പോകുന്നത്. അപ്പൊ ജോർജ് കുട്ടി ചിത്തു ദിവസം വീഡിയോ ഇത്ര ഞാൻ ചിന്തിച്ചിട്ടില്ല. ഈ ക്ലൈമാക്സ് പറയാ ആന്റണി പെരുമാളൊക്കെ വായിന്ന് എന്തൊക്കെയാ അവിടെ നടക്കുന്നത്. അങ്ങനെ അപ്പൊ എല്ലാരും കാത്തിരുന്ന ഒരു അപ്ഡേറ്റ് ആയിരുന്നു. അപ്ഡേറ്റ് ആയിരുന്നു. മിക്കവാറും ഒരു വല്ലാത്ത update എമ്പുര ഇടുന്ന കളക്ഷൻ പൊട്ടിക്കാൻ പറ്റാൻ സാധ്യതയുള്ള കൽപ്പുള്ള ഒരു ദൃശ്യം ഒരു 3 update ആണ്. മാത്രമാണ്. ദൃശ്യം 3 അപ്ഡേറ്റ് ആണ്. ഏയ്. പക്ഷെ അത് അനുമാനുണ്ട് അവിടെ. അനുപന്റെ പടം ഇല്ല, വേറെ രീതിയിലേക്ക് പോകും. എടാ മിക്കവാറും അതൊക്കെ മൊത്തം ഹിറ്റ് ആകും. ഇല്ലാതെ പറയാൻ പറ്റില്ല. എല്ലാരും ഇങ്ങനെ കളിയാക്കണം. ഇത് ഫേസ്ബുക്കിൽ ഫുള്ള് കളിയാക്കലായിരുന്നു എല്ലാരും. എന്തായാലും അപ്പൊ എല്ലാരും ഞെട്ടിച്ചൂടാന്നും ഇല്ലല്ലോ. ഓ ചിലപ്പോ അയാൾക്കിടയിലെ സബ്ജക്റ്റ് ഒക്കെയാണ്. പിന്നെ അനുമാനായിട്ട് വർക്ക് ചെയ്തവരെല്ലാം പറഞ്ഞിട്ടുണ്ട് പുള്ളിക്ക് നല്ല തണുപ്പ് വേണം. ഓ എല്ലാ പടത്തിലും വല്ല അതിലും പറഞ്ഞിട്ടുണ്ട് കൊച്ചി മറ്റേ കോഴിക്കോട് എന്നിട്ട് വല്ല ഷൈലോങ് ഷില്ലോങ് അവിടെ എവിടെയെങ്കിലും പോ തണുപ്പുള്ള രാജ്യം. പുള്ളിക്ക് ഇങ്ങനെ തണുപ്പ്. അതന്നെ എടാ ഏതെങ്കിലും 2 ലോക്കൽ സ്ഥലം കേരളത്തില് ലോക്കൽ നമ്മളെ സ്റ്റേറ്റ്, ഞാൻ കുറ്റം പറഞ്ഞല്ലോ, ലോക്കൽ സ്റ്റേറ്റ് ഇട്ടിട്ട് നേരെ പിന്നെ ഏതെങ്കിലും മഞ്ഞുള്ള സ്ഥലത്ത് പോകാനും മറ്റേ ആപ്പിള് പോലെ ഇങ്ങനെ തണുത്തിരിക്കുകയാണ്. നമ്മൾ കുറ്റം പറഞ്ഞു കുറ്റമല്ലേ കേസ്. ആരും ഇതെല്ലാം സോഷ്യൽ മീഡിയ പറഞ്ഞ ട്രോളുകൾ പറയുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് അറിയാം. ആരെങ്കിലും മനഃപൂർവ്വം വേദനിപ്പിച്ച് ക്ഷമിക്കുക. അയ്യോ അത് വരെ വേദനിക്കുന്ന ഇതൊക്കെയാണ് ദൃശ്യം 3 അതാണ് അപ്ഡേറ്റിലാണ് ഏറ്റവും വലിയ സന്തോഷം. അപ്പൊ എന്തെല്ലാം കഥകൾ ആൾക്കാര് ഒരിക്കൽ ജിത്തു ജോസഫ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇന്റർവ്യൂല്, ഞാൻ എന്നെ വായന അറിയാതെ വീണുപോയി ദൃശ്യം 3 എന്തെങ്കിലും ഇത് കഥ ഇത് പറയണം. അപ്പൊ എന്റെ ഒരു എന്താണ് മറ്റേ പോസ്റ്റിന് താഴേക്ക് വന്നിട്ട് ഞാൻ കഥ റെഡിയാണ് എന്നൊക്കെ പറഞ്ഞു. ജിത്തു ജോസഫ് തന്നെ പറഞ്ഞു, ഞാൻ എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള സമയത്ത് ഞാൻ അത് പുള്ളി ഒന്നും വായിച്ചു നോക്കിയിട്ടില്ലെന്നാ പറഞ്ഞത്. എന്തായാലും നമുക്ക് നോക്കാം. എന്തായാലും ദൃശ്യം 3 അതൊരു ഫ്ലോപ്പ് ആണെങ്കിൽ ഇതിന് 2നെയും ബാധിക്കും. ദൃശ്യം 2നെ ആ ഒരു സീരീസിനെ തന്നെ അങ്ങനെ ഫ്ലോപ്പ് ആവുന്നില്ല. എന്തായാലും ചുമ്മാ എടുക്കൂല. പുള്ളിക്ക് വ്യക്തമായുള്ള ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമേ തിയേറ്ററിൽ ഇറക്കി വിടണ. ഓ അത് തന്നെ, അത് നല്ല പടങ്ങളെല്ലാം ഇറക്കി വിട്ടിട്ട് എന്നിട്ട് ആറാട്ടോടെ സാധനം തിയേറ്ററിൽ ഇറക്കി തിയേറ്റർ എക്സ്പീരിയൻസിന്റെ ഫസ്റ്റ് ഷോയ്ക്ക് ഫാൻസുകാർക്ക് നല്ല ഇഷ്ടപ്പെട്ട സിനിമ വരുന്നതാണ്. തീർച്ചയായും അല്ലേ? ലാസ്റ്റ് ആണ് കൊണ്ട് ഇതാക്കി ഏജന്റ് പറയാൻ പറ്റാത്ത ഞാൻ വേണമെങ്കിൽ എന്റെ കാല് പിടിക്കും. മോനെ തങ്കുടു 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 അടുത്തൊരു എപ്പിസോഡിൽ കാണാം. അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നവർ 5 തിരിച്ചു ഞാൻ കെട്ടും.